നമസ്കാരം. പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനെ ആകപ്പാടെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഇറാനിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഇസ്രായേൽ ഇറാന് നേർക്ക് ആണവായുധം പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിന് നേർക്ക് ആണവായുധം പ്രയോഗിക്കും എന്നായിരുന്നു. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പാകിസ്ഥാൻ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. തങ്ങൾ ഇത്തരത്തിലുള്ള യാതൊരു ഉറപ്പും ഇറാന് കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവും IRGC കമാൻഡറുമായ ജനറൽ മൊഹസിൻ റസായിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആധികാരികമാണ് എന്നും ഇറാൻ സർക്കാരും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് എന്നുമൊക്കെ ആയിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇത് തങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഉടൻ തന്നെ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഖ്വാജ അഹമ്മദ് ആസിഫ് ഇപ്പോൾ ഈ പ്രസ്താവന തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഉറപ്പും ഇറാന് നൽകിയിട്ടില്ല എന്നാണ് ആസിഫ് പറയുന്നത്. മാത്രമല്ല, ആസിഫ് ചൂണ്ടിക്കാട്ടുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ജൂതരാജ്യമായ ഇസ്രായേൽ നടത്തുന്ന ഈ അതിക്രമത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്നാണ്. അതല്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിൽ ആറ്റം ബോംബിടും എന്നുള്ള കാര്യവും തങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആസിഫ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേൽ പല ഇസ്ലാമിക രാജ്യങ്ങളെയും ലക്ഷ്യമിടുന്നു. തുർക്കിയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ഫലസ്തീനെയൊക്കെ തന്നെ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ഇപ്പോഴേ ഫലപ്രദമായി തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഇത് വലിയ ഒരു ദുരിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് ആസിഫ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഇപ്പോൾ ആസിഫ് ആവശ്യപ്പെടുന്നത്. അതേസമയം ഇറാൻ മറ്റൊരു നീക്കം നടത്തുന്നതായ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ നിർത്തി ഒരു ഇസ്ലാമിക സൈന്യം രൂപീകരിക്കാൻ അവർ നീക്കം നടത്തുന്നുവെന്നാണ്. സൗദി, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ഒപ്പം നിർത്താനാണ് ഈ നീക്കം. പക്ഷേ സൗദി പോലുള്ള രാജ്യങ്ങളൊന്നും ഒരു കാരണവശാലും ഈ ഒരു നീക്കത്തോട് യോജിക്കില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ഒരു ശ്രമം നടത്തി നോക്കുക തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഈ കാര്യത്തിൽ. അതേസമയം ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിൻ്റെ കൈവശമുള്ള ആണവായുധങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആർക്കും യാതൊരു രൂപവുമില്ല, ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അക്കാര്യങ്ങൾ ഇസ്രായേൽ വെളിപ്പെടുത്തണമെന്നും അതനുസരിച്ച് വേണം തങ്ങൾക്ക് കാര്യങ്ങൾ പദ്ധതിയിടാനും എന്നൊക്കെയാണ് ഇപ്പോൾ ആസിഫ് പറയുന്നത്. ഏതായാലും ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടുത്തെ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ നടത്തിയ ഒരു പ്രസ്താവന സത്യമാണോ എന്നിപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത തീവ്രവാദികൾ എക്കാലത്തും തീറ്റിപ്പോരുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പോലെയുള്ള തീവ്രവാദ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ നേരിടുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സഹായ വാഗ്ദാനം കൂടി അവർ നൽകിയോ എന്നുള്ള കാര്യം സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. അതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് നിരന്തരമായ പ്രോത്സാഹനം നൽകുന്നതിന് എതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ പരാതി നൽകിയിട്ടുള്ളതാണ്. ഇതൊന്നും കൂടാതെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടുത്ത തീവ്രവാദ വിരുദ്ധ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനം ലഭിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻമാരെ നേരിടുന്ന കാര്യത്തിൽ അവരുടെ തീവ്രവാദം അവസാനിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കാനുള്ള സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇസ്രായേൽ ആറ്റം ബോംബിടും എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്ന് നന്നായി അറിയാവുന്ന അവിടുത്തെ ഭരണകൂടം തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു നിഷേധക്കുറിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.